തട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലകം മന്ത്രി കെ രാധാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു. അറിവ് നേടാനുള്ള അവസരം കുട്ടികൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കും. ഏകാധ്യാപിക വിദ്യാലയത്തിൽ നിന്നും LP സ്കൂളിലേക്കുള്ള സ്കൂളിന്റെ വികസനം കുട്ടികൾക്ക് അറിവിന്റെ ലോകത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്നും ഭാവിയിൽ LPയിൽ നിന്നും UP തലത്തിലേക്ക് സ്കൂളിനെ ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഹോസ്റ്റൽ സൗകര്യം എത്രയും വേഗം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ തട്ടത്തോട് ആരംഭിച്ച ഏകാധ്യാപക സ്കൂള് അത് പടിപടിയായി ഒരു LP സ്കൂളായിട്ട് മാറി. LP സ്കൂളായി മാറിയപ്പോഴും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലായിരുന്നു നമ്മുടെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിറവേറ്റാനുള്ള പ്രയാസമുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇതുപോലൊരു സ്കൂള് പടുത്തുയർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. പ്രമോദ് നാരായൺ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KU ജനീഷ് കുമാർ MLA, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി V അജിത്, ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, IG സ്പർജൻ കുമാർ, കോട്ടയം ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, വൈസ് പ്രസിഡന്റ് D ശ്രീകല, വാർഡംഗം മഞ്ജു പ്രമോദ്, ജില്ലാ ട്രൈബൽ ഓഫീസർ T സുധീർ, പ്രധാന അധ്യാപകൻ ബിജു തോമസ് അമ്പൂരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.